കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ തന്നെ ശേഷിയുള്ള ഈ ഡൽഹി അഴിമതി കേസ്, ഡൽഹി മദ്യനയ കേസ് എന്താണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ തലവര മാറ്റി എഴുതുന്ന ഈ ഡൽഹി മദ്യനയ കേസ് ആരംഭിക്കുന്നത് 2021 നവംബർ 17-നാണ്. 2021 നവംബർ 17-നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയെ 32 സോണുകളായി തിരിച്ച് ഓരോ സോണിലും 27 കടകൾ, മദ്യ ഔട്ട്ലെറ്റുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാനായിരുന്നു സർക്കാർ തീരുമാനമെടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉയർത്തി കാണിച്ചത് 2 ലക്ഷ്യങ്ങളായി. ഒന്ന്, സർക്കാരിൻ്റെ നികുതി വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക. 2, മദ്യ മേഖലയിലെ കരിഞ്ചന്തയുടെയും മദ്യമാഫിയയുടെയും സ്വാധീനം ഇല്ലാതാക്കുക. ഈ വലിയ ലക്ഷ്യങ്ങളോടെ ആം ആദ്മി പാർട്ടി സർക്കാർ കൊണ്ടുവന്ന മദ്യനയം പക്ഷേ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. ആക്ഷേപങ്ങൾ പലതായിരുന്നു. ഒന്ന്, സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും മദ്യമേഖല തീരെഴുതുന്ന ഒരു നയമായി ഇത് മാറി എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. 2, മദ്യവിൽപ്പനയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറി എന്നൊരു ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതൊന്നുമായിരുന്നില്ല, അഴിമതി ആരോപണമാണ്. ആദ്യമായി അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത് BJP നേതാവും അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ മനോജ് തിവാരിയാണ്. മനോജ് തിവാരി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുകയുണ്ടായി. സത്യം പറയട്ടെ, ആ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ തലവര മാറ്റി എഴുതുന്നത്. ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ആം ആദ്മി സർക്കാരിൻ്റെ ഈ ഡൽഹി മദ്യനയത്തെക്കുറിച്ചുണ്ടായിരുന്നത്. ഒന്ന്, ലൈസൻസുകൾക്ക് അനധികൃതമായ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി എന്ന ആരോപണം. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് 144.36 കോടി രൂപയുടെ നികുതി ഇളവ് ലൈസൻസുകൾക്ക് സർക്കാർ നൽകിയത് സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്ന് ചീഫ് സെക്രട്ടറി കണ്ടെത്തി. 2, ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു എക്സൈസ് നയം രൂപവൽക്കരിച്ചത് എന്നുകൂടി ആ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തി. ഇതോടെ ലഫ്റ്റനന്റ് ഗവർണർ 2022 ജൂലൈ 22-ന് അന്വേഷണത്തിന് CBIക്ക് കത്ത് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ജൂലൈ 30-ന് പുതിയ മദ്യനയം പിൻവലിച്ച് പഴയ മദ്യനയം 6 മാസത്തേക്ക് പുനഃസ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആം ആദ്മി പാർട്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ആ ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, 2022 ഓഗസ്റ്റ് 17-ന് വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി ഡൽഹിയിലെ അന്നത്തെ എക്സൈസ് മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെ അടക്കം പ്രതി ചേർത്തുകൊണ്ട്, ഉദ്യോഗസ്ഥരെയും വ്യവസായികളെയും ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് CBI ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിനുശേഷം വലിയ രീതിയിൽ മനീഷ് സിസോദിയയുടെയും അടുപ്പക്കാരുടെയും ഉൾപ്പെടെ വീടുകളിൽ റെയ്ഡും അറസ്റ്റുകളും ഒക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ എൻട്രി ഉണ്ടാവുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ എൻട്രി ആദ്യം 2022 ഓഗസ്റ്റ് 22-നായിരുന്നു. CBIയോട് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൻ്റെ വിവരങ്ങൾ ആരായിരുന്നു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാനും ദിവസങ്ങൾക്കകം കേസെടുക്കുകയും വളരെ വേഗത്തിൽ റെയ്ഡുകളിലേക്കും അറസ്റ്റുകളിലേക്കും മറ്റും കടക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യമായി BRS നേതാവും മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളുമായ K കവിതയെ ഈ കേസിൽ ആദ്യമായി പ്രതി ചേർക്കുന്നത്. അതിന് പിന്നാലെ 2023 ഫെബ്രുവരി 26-ന് ചോദ്യം ചെയ്യലിന് ഹാജരായ മനീഷ് സിസോദിയെ ED അറസ്റ്റ് ചെയ്തു.
ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമെന്നോ ബുദ്ധി കേന്ദ്രമെന്നോ വിളിക്കാൻ കഴിയുന്ന ആം ആദ്മി പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്ന മനീഷ് സിസോദിയയുടെ അഭാവം ഇപ്പോഴും ആം ആദ്മി പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആകണം ആദ്യമേ മനീഷ് സിസോദിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെച്ചത്. ഇതിന് പിന്നാലെ 2023 ഒക്ടോബർ 4 ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിയും നേതാവുമായ സഞ്ജയ് സിംഗിനെ 10 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷം ED അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2024 മാർച്ച് 16 BRS നേതാവായ K കവിതയെയും ഇതേ ഡൽഹി മദ്യനയ കേസിന്റെ അടിസ്ഥാനത്തിൽ ED അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെ EDയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നോട്ടീസുകൾ നൽകി അത് നോട്ടീസുകൾ തിരിച്ചയച്ചും വലിയ രീതിയിലുള്ള വിവാദം നടന്നുവെങ്കിലും ഡൽഹി ഹൈക്കോടതി മാർച്ച് 19 അരവിന്ദ് കെജ്രിവാളിന്റെ മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് ED അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതും കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ ചരിത്രത്തിൽ ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകും. എന്തായാലും ആം ആദ്മി പാർട്ടിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് ഈ ഡൽഹി മദ്യനയ കേസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഡൽഹി മദ്യനയ കേസ് ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ BJP എല്ലാ ശ്രമങ്ങളും തുടരുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ്.